യുഎഇയിൽ പുതിയ ട്രാഫിക് നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 17 വയസ്സായാൽ യുഎഇയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. ഒപ്പം 7 ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയും രാജ്യം കടുപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമമനുസരിച്ച് സീബ്ര ലൈനിൽ അല്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നത് മുതൽ ലഹരി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നത് വരെ തടവ് ശിക്ഷയും 2 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിച്ചേക്കും. തോന്നിയ സ്ഥലത്ത് നിന്ന് റോഡ് മുറിച്ചു കടക്കുന്നത് ഗുരുതര നിയമലംഘനമായാണ് കണക്കാക്കുന്നത്. നിലവിൽ 400 ദിർഹമായിരുന്നു പിഴ. എന്നാൽ ഇനി മുതൽ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള റോഡ് മുറിച്ചു കടന്നാൽ ക്രിമിനൽ കുറ്റമാണ്. കുറഞ്ഞത് 3 മാസം തടവ് ശിക്ഷയും 10,000 ദിർഹം പിഴയും ലഭിക്കും. റോഡ് മുറിച്ചു കടന്ന് അപകടത്തിന് കാരണമായാൽ തടവ് ശിക്ഷയും 5,000 ദിർഹം മുതൽ 10,000 ദിർഹം വരെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. മദ്യം കഴിച്ച് വാഹനം ഓടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും തടവ് ശിക്ഷയും 20,000 മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴയും ചുമത്തും. മറ്റു ലഹരി പദാർത്ഥങ്ങളാണെങ്കിൽ ഇവയെല്ലാം കൂടാതെ 2 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. വാഹനം ഇടിച്ചിട്ട് വിവരം അറിയിക്കാതിരുന്നാൽ തടവ് ശിക്ഷയും 1 ലക്ഷം ദിർഹം പിഴയും ചുമത്തും. സസ്പെൻഡ് ചെയ്ത ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ 10,000 ദിർഹമാണ് പിഴ. യുഎഇ അംഗീകരിക്കാതെ വിദേശ ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ 2,000 മുതൽ 10,000 ദിർഹം വരെ പിഴ ചുമത്തും. അശ്രദ്ധ കാരണം അപകടമരണം സംഭവിച്ചാൽ തടവ് ശിക്ഷയും 50,000 ദിർഹം പിഴയും ചുമത്തും. നമ്പർ പ്ലേറ്റ് ദുരുപയോഗം ചെയ്താൽ തടവ് ശിക്ഷയും 20,000 ദിർഹം പിഴയും ചുമത്തും. വെള്ളക്കെട്ടുള്ള സമയത്ത് താഴ്വരകളിലേക്ക് യാത്ര ചെയ്താൽ തടവ് ശിക്ഷയും 1 ലക്ഷം ദിർഹം പിഴയും ചുമത്തും. പുതിയ ട്രാഫിക് നിയമങ്ങൾ 2025 മാർച്ച് 29 നിലവിൽ വരുമെന്ന് യുഎഇ ഗവൺമെന്റ് അറിയിച്ചു.